ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയം ചോക്ക്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് അലോക് ധൻവേ ആണ്. അപ്പോൾ ഈ ചോക്ക് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നാൽക്കവല അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ, അങ്ങനെയാണ് അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ നാലും കൂടിയ ഒരു ജംഗ്ഷൻ, അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ പോയം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് നമ്മുടെ കവിയുടെ ഒരു മെമ്മറിയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കവി തൻ്റെ കുട്ടിക്കാലത്തെ സ്കൂൾ ദിനങ്ങളെക്കുറിച്ചും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ചോക്ക് എന്ന് പറയുന്ന ഈ ഒരു കവിത. അത് കവി തൻ്റെ പുതിയ സ്കൂളിലെ ആദ്യ ദിനങ്ങളെക്കുറിച്ചും കൂട്ടുകാരെ ഉണ്ടാക്കിയതിനെക്കുറിച്ചും പല വഴികളിലൂടെ സഞ്ചരിച്ച് സ്കൂളിലെത്തിയതിനെക്കുറിച്ചും വളരെ സന്തോഷത്തോടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോയം നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഉൻ സ്ത്രീയോं का वैभव मेरे साथ रहा जिन्होंने मुझे चौक पार करना सिखा. അതായത് ആ സ്ത്രീകളുടെ കഴിവ് എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ജിനോനെ മുझे ചോക്ക് പാർ കർണ സിഖായ, അവരാണ് എന്നെ ഈ ജംഗ്ഷൻ അല്ലെങ്കിൽ നാൽക്കവലയുടെ ഈ അറ്റത്ത് നിന്നും അപ്പുറത്തേക്ക് എത്താൻ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത്. മേരെ മൊഹല്ലേക്ക് തീവേ, എൻ്റെ സ്ട്രീറ്റിൽ തന്നെ താമസിക്കുന്നവരായിരുന്നു അവർ. ഹർ സുബഹ് കാം പർ ജാത്തി തി, എല്ലാ ദിവസവും മോർണിംഗിൽ ജോലിക്ക് പോകുമായിരുന്നു. മേരെ സ്കൂൾ ഉൻകെ രാസ്തേമേം പഠിത്താത്ത, എൻ്റെ സ്കൂൾ അവർ പോകുന്ന ആ വഴിയിലെ തന്നെയായിരുന്നു എൻ്റെ സ്കൂളും. മാ മുझे ഉൻകെ ഹവാലെ കർ ദേത്തി തി, അമ്മ എന്നെ അവരുടെ അടുത്ത് ആക്കിയിരുന്നു. കാരണം അവർ പോകുമ്പോൾ എന്നെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ എന്നെ അവരുടെ അടുത്ത് ആക്കിയിരുന്നത്. छुट्टी होने पर मैं उनके इंतजार करता था, അവധി ആകുമ്പോൾ ഞാൻ അവരെ നോക്കി ഇരിക്കുമായിരുന്നു, വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. ഉനോനെ മുझे इंतजार करना सिखाया, അവരാണ് എന്നെ കാത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചത്. इंतजार കാത്തിരിപ്പ്. कस्बे के स्कूल में मैंने पहली बार दाखिला लिया. കസ്ബെ എന്ന് പറഞ്ഞാൽ സ്മോൾ ടൗൺഷിപ്പ് ആണ്. ആ ചെറു നഗരത്തിലെ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഓതർ അല്ലെങ്കിൽ നമ്മുടെ പോയറ്റ് അവിടെ ആദ്യമായിട്ടാണ് വന്ന് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു, ആ സ്മോൾ ടൗണിലെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ആ സ്കൂളിലേക്ക് ആദ്യമായി പോകാൻ തുടങ്ങിയപ്പോൾ ഈ ലേഡീസാണ് അദ്ദേഹത്തെ ആദ്യം കൊണ്ടുപോയിരുന്നത്. കുച്ച് ദിനോം ബാദ് മേം ഖുദ് ഹി ജാനെ ലഗ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പോയറ്റ് തന്നെ പോകാൻ തുടങ്ങി. और उसके भी कुछ दिनों बाद कई लड़के मेरे दोस्त बन गए. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൺകുട്ടികൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായി മാറുകയും അവർ ഒരുമിച്ച് പോകാനും വരാനും തുടങ്ങി. तब हम साथ साथ कई दूसरे रास्तों से भी स्कूल आने जाने लगे. അപ്പോൾ ഞങ്ങൾ പല വഴികളിലൂടെ, പല ചെറു വഴികളിലൂടെ എല്ലാം ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ പോകാനും വരാനും തുടങ്ങി. ലേക്കിൻ അബ് ബി ഉൻ തോടെ സെ ദിനോ കെ കൈ ദശകോ ബാദ് ബി, പക്ഷേ ഇപ്പോഴും ആ കുറച്ച് ദിവസങ്ങളുടെ, അതായത് ആ സ്ത്രീകൾ എന്നെ ഒരുമിച്ച് കൊണ്ടുപോയ ആ ഒരു ഓർമ്മ ഇത്രയും വർഷങ്ങൾ, ദശകം ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം പോലും ജബ് കബി मैं किसी बड़े शहर के बेतरतीब चौक से गुजरता हूँ, അതായത് ഇപ്പോഴും ഞാൻ ഏതെങ്കിലും ഒരു വളരെ തിരക്കുള്ള കൺട്രോളബിൾ ആയിട്ട് തിരക്കുള്ള ഏതെങ്കിലും നാലും കൂടിയ കവലകളിലോ ജംഗ്ഷനിലൂടെയോ ഞാൻ പാസ് ചെയ്യുമ്പോൾ ഉൻ സ്ത്രീയോക്ക് യാദാത്തി ഹെ, ആ സ്ത്രീകളെ ഞാൻ ഇന്നും ഓർക്കുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്.
അതായത് ഇവിടെ കവി തൻ്റെ ആ ഒരു ഓർമ്മ വീണ്ടും ഇവിടെ പുതുക്കുന്നത് നമുക്ക് കാണാം. പോയറ്റ് ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, അന്നൊക്കെ കുട്ടിയായിരുന്നപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ, അതും നാലും കൂടിയ ഒരു ജംഗ്ഷനൊക്കെ ക്രോസ് ചെയ്യാൻ വളരെ പേടിയായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇന്നും ഓർക്കുന്നുണ്ട്, തൻ്റെ വലതു കൈ ആ സ്ത്രീകൾക്ക് നേരെ നീട്ടുകയും അവർ തന്നെ സുരക്ഷിതമായി അപ്പുറത്തെത്തിക്കുന്നതുമെല്ലാം അദ്ദേഹം കൃത്യമായി ഇവിടെ ഓർക്കുന്നത് നമുക്ക് കാണാം. और बाएं हाथ से उस स्लेट को संभालता हूं. എന്നിട്ട് ഒരു കൈ അവർക്ക് നേരെ നീട്ടുകയും ഒരു കൈയിൽ അതായത് വലത് കൈ അവർക്ക് നേരെ നീട്ടുകയും ഇടത് കൈയിൽ തൻ്റെ സ്ലേറ്റ് സുരക്ഷിതമായി കയ്യിൽ പിടിക്കുകയും ചെയ്യുന്ന കാര്യം അദ്ദേഹം ഓർക്കുന്നു. ജിസേ മേം ചോടായാഥ, അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ട് പോന്നതാണ്. 20 ബർസോം കെ അഖ്ബാർ കെ പീछे, അതായത് 20 വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ള ഒരു പത്രം എടുത്തു നോക്കുന്നത് പോലെയാണ് ആ ഒരു ഓർമ്മ ഇന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശേഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ 20 വർഷം 20 ബർസോം കെ അഖ്ബാർ കെ പീछे എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന കാര്യം, കവി ഇപ്പോൾ ഒരു മുതിർന്ന വ്യക്തിയാണെന്നും സ്ലേറ്റ് പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലം ഒരു പഴയ കാര്യമാണെന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 20 വർഷം പഴക്കമുള്ള പത്രം കാലത്തിന്റെ ഒഴുക്കിനെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. കുട്ടിക്കാലത്തെ ഓർമ്മകളും നിഷ്കളങ്കതയും കൂട്ടുകാരും മുതിർന്നവരുടെ ജീവിതത്തിലെ സംഭവങ്ങളും ഉത്തരവാദിത്തങ്ങളും പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടു ഇല്ലെങ്കിൽ മറക്കപ്പെട്ടു എന്നതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കവിത എഴുതിയിരിക്കുന്നത് അലോക് ധൻവയാണ്. അലോക് ധൻവ का जन्म 2 जुलाई 1948 में बिहार के मुंगेर जिले में हुआ. അദ്ദേഹം ജനിച്ചത് ജൂലൈ 2 1948 ബീഹാറിലെ മുംഗേർ എന്ന് പറയുന്ന ജില്ലയിലാണ്. आपकी पहली कविता जनता की आदमी सन 1972 में प्रकाशित हुई. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത ജനതാ കി ആദ്മി എന്ന് പറയുന്നത് 1972ലാണ് പ്രകാശിതമായത്. दुनिया रोज बनती है इन 1998, അതായത് ദുനിയ റോസ് ബൻതി ഹെ എന്ന് പറയുന്ന കവിത 1998ലാണ് പ്രകാശിതമായത്. ആപ്കാ കവിത സംഗ്രഹ്, അതുകൂടാതെ ഒരുപാട് കവിതാ സംഗ്രഹങ്ങളും ഉണ്ട്. ചോക്ക് ഈസ് സംഗ്രഹ് കി കവിത ഹെ, ചോക്ക് ഈ ഒരു സംഗ്രഹത്തിലുള്ള കവിതയാണ്. ആപ്കാ പെഹ്ല സമ്മാൻ, അതായത് ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഇവയെല്ലാമാണ് രാഹുൽ സമ്മാൻ, നാഗാർജുൻ സമ്മാൻ, ഫിറാക്കെ ഗോരഖ്പുരി സമ്മാൻ, ഗിരിജ കുമാർ മാഥുർ സമ്മാൻ, ഭവാനി പ്രസാദ് മിശ്ര സമ്മാൻ, ബിഹാർ രാഷ്ട്ര ഭാഷാ പരിഷത്ത് का सम्मान ആദ്യ പ്രാപ്ത हुए. ഈ ഉള്ള പുരസ്കാരങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ഈ ചോക്ക് എന്ന് പറയുന്ന ഈ ഒരു കവിത. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രസൻറ്റേഷൻ എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻസ് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.